ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിനും പഴങ്കഞ്ഞിക്കും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പയറുതോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ങപയർ തോരൻ തയ്യാറാക്കാം. മൺചട്ടിയാണ് തോരൻ തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. ചൂടുകട്ടിയുള്ള വ്യവസ്ഥാരമുള്ള ചീനച്ചട്ടി പോലെയുള്ള അടുക്കി പിടിക്കാത്ത പാത്രം നമുക്ക് തോരൻ തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കടുവൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉഴുന്നുപരിപ്പിൽ ചെറിയ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അരി വേണമെങ്കിൽ നമുക്കിതുപോലെ കടുക് വറുക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അരി വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അച്ചിങ്ങപ്പയറാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കുക. 1/4 കിലോ പയർ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചില മുളകിന് എരിവ് കൂടുതലുണ്ടാവും. എരിവ് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് ഒരു 60 ml വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പയറൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി ഒന്നും വെന്ത് പോകണ്ട. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ചടച്ച് ഒരു 3 മിനിറ്റ് സമയമാവും വെള്ളം ഒന്ന് പറ്റി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒത്തിരി അരച്ച് പേസ്റ്റ് ആക്കണ്ട. വേവിക്കാൻ വെച്ചിട്ടുള്ള പയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. അതും ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് മുളക് ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ജീരകപ്പൊടിക്ക് പകരം ജീരകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം അരച്ചെടുക്കുക. ചില്ലി ഫ്ലെക്സിന് പകരം വറ്റൽമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. 2 വറ്റൽമുളക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അരച്ചെടുക്കുക. വറ്റൽമുളകോ ചില്ലി ഫ്ലെക്സോ ഉപയോഗിക്കുന്നില്ല, മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി പയർ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. തേങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് അരപ്പെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പയറുതോരൻ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.